നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളുകളുടെ സംസ്ഥാനതല പ്രവൃത്തി പരിചയമേള ഷൊർണൂരിൽ. മേള നടത്തിപ്പുമായി ബന്ധപ്പെട്ട പി മമ്മിക്കുട്ടി MLA നേതൃത്വത്തിൽ അവലോകന യോഗം. ഷൊർണൂർ നഗരസഭയിൽ അമൃത് 2.0 പദ്ധതിയിൽ GIS അധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ ഒരുങ്ങുന്നു. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനുള്ള പ്രമേയം കൗൺസിൽ അംഗീകരിച്ചു. ഷൊർണൂർ നഗരസഭ CDSന് ISO സർട്ടിഫിക്കേഷൻ അംഗീകാരം. കവളപ്പാറയിലും മുണ്ടക്കൈ ചൂരൽമലയിലും ഉണ്ടായതിന് സമാനമായ പ്രകൃതി ദുരന്തം ഇനി നടക്കാൻ പോകുന്നത് അനങ്ങനടി പാവുക്കോണത്തെന്ന് അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മേനകം. നിരവധി തവണ പരിസരത്തെ ക്വാറിക്കെതിരെ പരാതി ഉന്നയിച്ചിട്ടും അനങ്ങാപ്പാറ നയമാണ് ഉദ്യോഗസ്ഥ ലോബി സ്വീകരിക്കുന്നതെന്നും ഇബ്രാഹിം മേനകം. ചെളിക്കുളമായതിനെ തുടർന്ന് ഗതാഗതം നിലച്ച പത്തിരിപ്പാല സദനം അതിർക്കാട് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടി തുടങ്ങി. റോഡ് ഗതാഗത യോഗ്യമാകുന്നത് STV വാർത്തയെ തുടർന്ന്. അശാസ്ത്രീയവും ദീർഘവീക്ഷണവുമില്ലാതെ റോഡ് പണി നടത്തിയത് കോട്ടായി മടനലക്കാട് റോഡിൽ അപകടം പതിവ് സംഭവമെന്ന് നാട്ടുകാർ. കോട്ടായി പഞ്ചായത്തിലെ 6-ാം വാർഡിൽ കിഴക്കേക്കര കോളനിയിൽ ശുദ്ധജല വിതരണ പൈപ്പ് തകർന്ന് വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ഒരു മാസമായെന്നും നിരവധി തവണ അധികൃതരെ അറിയിച്ചിട്ടും ഒരു നടപടിയുമില്ലെന്നും പ്രദേശവാസികൾ. മാലിന്യ സംസ്കരണത്തിന് സൗകര്യമൊരുക്കാതെ പൊതുവഴിയിലേക്ക് മാലിന്യം ഒഴുക്കിയതിന് എടത്തറയിലെ സ്വകാര്യ ബാറിന് 25,000 രൂപ പിഴ ചുമത്തി പറളി ഗ്രാമപഞ്ചായത്ത്. രണ്ടാം വിളയുടെ നെല്ല് സംഭരിച്ച് 4 മാസം കഴിഞ്ഞിട്ടും നെല്ലിന്റെ വിലയും ഉഴവുകൂലിയും ലഭിക്കാത്തതിൽ കേരളശ്ശേരിയിൽ കർഷകർ കറുപ്പ് റിബൺ കൊണ്ട് വായ മൂടിക്കെട്ടി പ്രതിഷേധം. വാർത്തകൾ വിശദമായി. ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളുകളുടെ സംസ്ഥാനതല പ്രവൃത്തി പരിചയമേള ഷൊർണൂരിൽ നടത്തും. മേള നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പി മമ്മിക്കുട്ടി MLA നേതൃത്വത്തിൽ വെള്ളിയാഴ്ച അവലോകന യോഗം ചേർന്നു. നേരത്തെ സംഘാടക സമിതി രൂപീകരിച്ച ശേഷം 16 സബ് കമ്മിറ്റികളും രൂപീകരിച്ചിരുന്നു. ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളുകളുടെ സംസ്ഥാനതല പ്രവൃത്തി പരിചയമേള ഇത്തവണ ഷൊർണൂരിൽ അരങ്ങേറും. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സംഘാടക സമിതി രൂപീകരിച്ച് 16 സബ് കമ്മിറ്റികളും രൂപീകരിച്ചിരുന്നു. മേള നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ പി മമ്മിക്കുട്ടി MLA അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. സബ് കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട എല്ലാ കമ്മിറ്റിയും പ്രധാനം തന്നെയാണ്. അതിൽ ഒന്ന് പ്രധാനമായിട്ടുള്ള ഭക്ഷണം സീരീസും തന്നെയാണ് അതിൻ്റെ ചെയർമാൻ. ഭക്ഷണ കമ്മിറ്റി പ്രധാനമാണ്. മറ്റേ അക്കോമഡേഷനും അതുകൊണ്ട് മറ്റു കമ്മിറ്റികളൊന്നും പ്രധാനമല്ല എന്ന അർത്ഥത്തിലല്ല കേട്ടോ. ഇത് രണ്ടും പ്രധാന കമ്മിറ്റിയാണ്. മാത്രമല്ല പ്രധാന ചെലവ് വരുന്നത് ഈ കമ്മിറ്റിയാണ്. പിന്നെ വരുന്നത് പബ്ലിസിറ്റി അതുപോലെ തന്നെ മറ്റു രൂപത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെയാണ് വരുന്നത്. സെപ്റ്റംബർ 18, 19, 20 തീയതികളിലായി മേള നടത്താനാണ് നേരത്തെ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ തീയതി കുറച്ചുകൂടി നീട്ടിക്കിട്ടണമെന്ന് സബ് കമ്മിറ്റി പ്രതിനിധികൾ ആവശ്യപ്പെട്ട പ്രകാരം പി മമ്മിക്കുട്ടി MLA വകുപ്പ് അധികൃതരുടെ ശുപാർശ ചെയ്യാനും ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. സംസ്ഥാനത്തെ 49 ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളുകളാണ് ഇത്തവണത്തെ മേളയിൽ പങ്കെടുക്കുക. 7000-ഓളം പ്രതിഭകൾ മേളയിൽ മാറ്റുരയ്ക്കും. മേള വൻ വിജയമാക്കാൻ വിപുലമായ സംഘാടക സമിതിയും സബ് കമ്മിറ്റികളുമാണ് പ്രവർത്തിക്കുക. അവലോകന യോഗത്തിൽ പി മമ്മിക്കുട്ടി MLAയ്ക്ക് പുറമെ നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല, വൈസ് ചെയർമാൻ VK അനുരാജ്, VK ശ്രീകൃഷ്ണൻ, മറ്റു ജനപ്രതിനിധികൾ, സ്കൂൾ സൂപ്രണ്ട് കതീഷ് മാസ്റ്റർ, വിവിധ സബ് കമ്മിറ്റി പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ നഗരസഭയിൽ അമൃത് 2.0 പദ്ധതിയിൽ GIS അധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ ഒരുങ്ങുന്നു. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനുള്ള പ്രമേയം കൗൺസിൽ അംഗീകരിക്കുകയും ചെയ്തു. ദീർഘവീക്ഷണമുള്ള നഗരാസൂത്രണമാണ് ലക്ഷ്യം. കേന്ദ്ര സർക്കാരിന്റെ അടൽ മിഷൻ ഫോർ റിജുവിനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ 2.0 പദ്ധതിയുടെ ഭാഗമായി ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അധിഷ്ഠിത മാസ്റ്റർ പ്ലാനാണ് ഷൊർണൂർ നഗരസഭയിൽ തയ്യാറാക്കുക. ഇതിനായി നഗരസഭാ കൗൺസിൽ പ്രമേയം അംഗീകരിച്ചു. ശാസ്ത്രീയവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവും ദീർഘവീക്ഷണമുള്ളതുമായ നഗരാസൂത്രണത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പായാണ് ഈ തീരുമാനം വിലയിരുത്തപ്പെടുന്നത്. ദീർഘവീക്ഷണമുള്ള നഗരാസൂത്രണമാണ് ലക്ഷ്യം. കേരള ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ആക്ടിലെ വ്യവസ്ഥകൾ അനുസരിച്ചായിരിക്കും ഇത്. ജനങ്ങളുടെ നിർദ്ദേശങ്ങൾക്കായി വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. ഏകോപനത്തിനായി കമ്മിറ്റിയും രൂപീകരിക്കും. ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് വകുപ്പ്, സർക്കാർ വകുപ്പുകൾ, ജനപ്രതിനിധികൾ എന്നിവരുടെ സഹകരണത്തോടെയായിരിക്കും പദ്ധതി തയ്യാറാക്കുക. ഭൂവിനിയോഗം, ജനസാന്ദ്രത, റോഡ് ശൃംഖല, ജലവിഭവങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, പരിസ്ഥിതി സംവേദന ക്ഷേമ മേഖലകൾ, ഭാവി വികസന സാധ്യതകൾ എന്നിവ വിശകലനം ചെയ്തായിരിക്കും മാസ്റ്റർ പ്ലാൻ രൂപപ്പെടുത്തുക. പാർപ്പിടം, വാണിജ്യം, വ്യവസായം, പൊതുസ്ഥാപനങ്ങൾ, സ്ഥാപന വികസനം എന്നിവയ്ക്കായി അനുയോജ്യമായ മേഖലകൾ നിർണ്ണയിക്കാനും പദ്ധതി സഹായകമാകും. അടിസ്ഥാന സൗകര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഡിജിറ്റൽ നഗരാസൂത്രണ രേഖയാണ് GIS അധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ. ന്യൂസ് സെന്റർ ഷൊർണൂർ.
ഷൊർണൂർ നഗരസഭ CDSന് ISO സർട്ടിഫിക്കേഷൻ അംഗീകാരം ലഭിച്ചു. CDS ചെയർപേഴ്സൺ ജിഷ, മെമ്പർ സെക്രട്ടറി മനോജ് കുമാർ എന്നിവർ ISO സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. ഷൊർണൂർ നഗരസഭ CDSന് ISO സർട്ടിഫിക്കേഷൻ അംഗീകാരം ലഭിച്ചു. ISO സർട്ടിഫിക്കേഷന് വേണ്ടിയുള്ള അവസാനഘട്ട ഓഡിറ്റ് ഓഗസ്റ്റ് 6 വിജയകരമായി പൂർത്തിയാക്കിയത്. CDS ചെയർപേഴ്സൺ ജിഷ, മെമ്പർ സെക്രട്ടറി മനോജ് കുമാർ എന്നിവർ ചേർന്ന് ISO സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. മെച്ചപ്പെട്ട ഗുണമേന്മ സംവിധാനം ഒരുക്കിക്കൊണ്ട് സ്ത്രീ ശാക്തീകരണവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ഉറപ്പുവരുത്തി തുടർച്ചയായ മെച്ചപ്പെടുത്തലുകളിലൂടെ സമയബന്ധിത സേവനം നൽകിക്കൊണ്ട് ജനസൗഹൃദ കാര്യാലയമായി നിലകൊള്ളുക എന്നതാണ് കുടുംബശ്രീ CDSന്റെ നയം. ന്യൂസ് സെന്റർ ഷൊർണൂർ. കവളപ്പാറയിലും മുണ്ടക്കൈ ചൂരൽമലയിലും ഉണ്ടായതിന് സമാനമായ പ്രകൃതി ദുരന്തം ഇനി നടക്കാൻ പോകുന്നത് ഒറ്റപ്പാലം താലൂക്കിലെ അനങ്ങനടി വില്ലേജിലെ പാവുക്കോണത്താണെന്ന് അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മേനകം പറഞ്ഞു. നിരവധി തവണ പരിസരത്തെ ക്വാറിക്കെതിരെ പരാതികൾ ഉന്നയിച്ചിട്ടും അനങ്ങാപ്പാറ നയമാണ് ഉദ്യോഗസ്ഥർ ലോബി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അടിയന്തരമായി ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെച്ചില്ലെങ്കിൽ ശക്തമായ സമരം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു ഭരണ സംവിധാനം ഒന്നാകെ ഈ അനീതിക്ക് കൂട്ടുനിൽക്കുന്നത് ഏറെ ഞെട്ടിക്കുന്നതും സങ്കടകരവുമാണ്. അനങ്ങനടി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മേനകം പറഞ്ഞു. നിരവധി തവണ ഈ ക്വാറിക്കെതിരെ പരാതികൾ ഉന്നയിച്ചിട്ടും അനങ്ങാപ്പാറ നയമാണ് ഉദ്യോഗസ്ഥ ലോബി സ്വീകരിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയിൽ ഉൾപ്പെട്ട നിരവധി തവണ UDF അംഗങ്ങൾ ഈ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവന്നെങ്കിലും നിസ്സംഗ മനോഭാവമാണ് പഞ്ചായത്ത് സെക്രട്ടറിയും CPM ഭരണസമിതിയും സ്വീകരിക്കുന്നത്. അടിയന്തരമായി ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെച്ചില്ലെങ്കിൽ പ്രദേശവാസികളെ സംഘടിപ്പിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും മുസ്ലിം ലീഗ് അനങ്ങനടി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയും അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഇബ്രാഹിം മേനകം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചളിക്കുളമായതിനെ തുടർന്ന് ഗതാഗതം നിലച്ച പത്തിരിപ്പാല സദനം അതിർക്കാട് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടി തുടങ്ങി. വെള്ളിയാഴ്ച രാവിലെ ജല അതോറിറ്റി വകുപ്പിന്റെ നേതൃത്വത്തിൽ ചളിക്കുളമായ ഭാഗത്ത് കോറി വേസ്റ്റ് ഇട്ടാണ് താൽക്കാലിക പരിഹാരം കാണുന്നത്. സദനം റോഡിന്റെ ദുരിതാവസ്ഥ കഴിഞ്ഞ ദിവസം STV വാർത്തയാക്കിയിരുന്നു. തുടർന്ന് മങ്കര പഞ്ചായത്ത് ഇടപെടുകയും വാട്ടർ അതോറിറ്റി ജൽജീവൻ അധികൃതരെയും വ്യാഴാഴ്ച വിളിച്ചു വരുത്തുകയും ചെയ്തു. തുടർന്ന് നടന്ന ചർച്ചയിലാണ് നടപടി ഉണ്ടായത്. താൽക്കാലികമായി കോറി വേസ്റ്റ് ഇടാമെന്ന് മഴ മാറുന്ന മുറയ്ക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നായിരുന്നു തീരുമാനം. ചെളിക്കുളമായ മേഖല മങ്കര പഞ്ചായത്തിന്റെ പരിധിയിലാണ്. റോഡ് വെട്ടിമുറിക്കുന്ന സമയം പഞ്ചായത്തിന്റെ അനുമതി പോലും വാങ്ങിയിരുന്നില്ല. മഴ തുടങ്ങിയ മുതൽ യാത്രക്കാർ ദുരിതത്തിലായിരുന്നു. വെള്ളിയാഴ്ച കോറി വേസ്റ്റ് കൊണ്ടുവന്ന ടിപ്പറും ഇവിടെ ഏറെ നേരം കുഴിയിൽ കുടുങ്ങി. ഇതിന് തൊട്ടു മുൻപേ ദിവസങ്ങളിൽ നിരവധി വാഹനങ്ങളും ചെളിയിൽ കുടുങ്ങി. ജൽജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിക്കാണത്രേ റോഡ് പൊളിച്ചത്. വെറും മണ്ണിട്ട് നികത്തിയതോടെയാണ് പുലിവാലായത്. അതിനിടെ മഴ തുടരുകയും ചെയ്തതോടെ റോഡ് ചെളിക്കുളമായി. TTC, UP സ്കൂൾ, ആശുപത്രി എന്നീ സ്ഥാപനങ്ങളിൽ എത്തുന്നവരും ഇതോടെ വലഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അശാസ്ത്രീയവും ദീർഘവീക്ഷണവുമില്ലാതെ റോഡ് പണി നടത്തിയത് കോട്ടായി മണ്ഡലക്കാട് റോഡിൽ അപകടം പതിവ് സംഭവമെന്ന് നാട്ടുകാരുടെ പരാതി. കോട്ടായി പഞ്ചായത്തിലെ 12, 13 വാർഡുകളിലായി കിടക്കുന്ന മണ്ഡലക്കാട് റോഡിലാണ് അധികൃതരുടെ അനാസ്ഥ മൂലം അപകടം സംഭവിക്കുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു. റോഡ് കോൺക്രീറ്റ് ചെയ്തതോടെ ഇരുവശങ്ങളിലും ഒരടിയോളം താഴ്ചയായിട്ടുണ്ട്. കോൺക്രീറ്റിനോളം പുല്ല് മൂടിക്കിടക്കുന്നതിനാൽ റോഡിന്റെ വശങ്ങളിലെ താഴ്ച ശ്രദ്ധയിൽപ്പെടുകയില്ല. വീതി കണക്കാക്കി എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുത്താൽ വാഹനം അപകടത്തിൽപ്പെടുമെന്നതാണ് സ്ഥിതി. രാത്രികാലങ്ങളിൽ അപകട സാധ്യത ഉറപ്പാണെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. സൈഡ് പ്രൊട്ടക്ഷൻ നടത്താതെ റോഡ് പണി നടത്തിയ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ വ്യാപകമായ പരാതി ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ശുദ്ധജല വിതരണ പൈപ്പ് തകർന്ന് വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് 1 മാസമായെന്നും നിരവധി തവണ അധികൃതരെ അറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്നും പരാതി. കോട്ടായി പഞ്ചായത്തിലെ 6-ാം വാർഡിൽ കിഴക്കേക്കര കോളനിയിലാണ് പല ഇടങ്ങളിലായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. പൈപ്പ് പൊട്ടി വെള്ളം കുത്തിയൊഴുകി ആ ഭാഗത്ത് റോഡ് തകർന്ന് ഗർത്തമായെന്നും കുഴികളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതിനാൽ വാഹനങ്ങൾ കുഴികളിൽപ്പെട്ട് അപകടം സംഭവിക്കുന്നതായും പൊട്ടിയ പൈപ്പുകൾ ഉടൻ ശരിയാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഈ വെള്ളം ഏതൊക്കെ സമയത്താണ് വിടുന്നത്, എങ്ങനെയൊക്കെയാണെന്ന് ഒരു ഗുണഭോക്തൃ സമിതിയെ പറഞ്ഞ് അവതരിപ്പിക്കാൻ പറയുമ്പോൾ അവർക്കത് കിട്ടിയിട്ടില്ല. ഒക്ടോബർ മാസത്തോടുകൂടിയിട്ട് ഞങ്ങൾക്ക് പ്രൊജക്ട് ഓഫീസിലേക്ക് കിട്ടുകയുള്ളൂ, ഇത് കോൺട്രാക്ടറിൻ്റെ കയ്യിലാണെന്ന് പറയുന്നത്. കോൺട്രാക്ട് ചെയ്ത വ്യക്തികളെ ബന്ധപ്പെടുമ്പോൾ അവർ ഫോൺ എടുക്കുന്ന, പിന്നെ ജില്ലാ പ്രോജക്റ്റ് ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ അവരും ഫോൺ എടുക്കുന്നില്ല. നിങ്ങൾ ജനങ്ങൾക്ക് ഉപകാരമല്ലാത്ത രീതിയിൽ ഈ ജലജീവൻ മിഷനെ വെള്ളം പാഴാക്കി കളയുന്നത് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് ഇത് ജനങ്ങളുടെ പൈസ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് ഞാൻ സംസാരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മാലിന്യ സംസ്കരണത്തിന് സൗകര്യമൊരുക്കാതെ പൊതുവഴിയിലേക്ക് മാലിന്യം ഒഴുക്കിയതിന് എടത്തറയിലെ സ്വകാര്യ ബാറുകാർക്കെതിരെ പറളി പഞ്ചായത്ത് 25,000 രൂപ പിഴ ചുമത്തി. കഴിഞ്ഞ ദിവസം രാത്രി പ്രധാന പാതയിലേക്ക് മാലിന്യം ഒഴുക്കിയതിനാൽ
രൂക്ഷമായ ദുർഗന്ധം പരന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. രാത്രി 10-ന് പറളി പഞ്ചായത്ത് അംഗം ഹക്കീം അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി അർജുൻ സ്ഥലത്തെത്തി. പരിശോധനയിൽ ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് 25,000 രൂപ പിഴ ചുമത്തിയതെന്ന് വാർഡംഗം ഹക്കീം പറഞ്ഞു. അടിയന്തരമായി മാലിന്യ സംസ്കരണത്തിന് സൗകര്യമൊരുക്കണമെന്ന് നിർദ്ദേശവും നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പോയി നോക്കുകയും ചിത്രപ്പുലിയുടെ സോഫ്റ്റ്വെയറിൽ നിറഞ്ഞ് ആ വേസ്റ്റ് ഒരു പൈപ്പിലൂടെ അവർ കുഴിയിലാണ് വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു കുഴിയിലാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. ആ കുഴി നിറഞ്ഞ് കവിഞ്ഞൊഴുകി PWD റോഡിലേക്കാണ് വന്നത്. അപ്പൊ അവിടെ പോകുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടത് ഞാൻ അപ്പോൾ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി അർജുൻ സാറിനെ വിളിച്ചു. സാറ് നേരിട്ട് വന്ന് നോക്കി അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 6/8/2026 അവർക്കൊരു ഫൈന് 25,000 രൂപ ഫൈൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. രണ്ടാം വിളയുടെ നെല്ല് സംഭരിച്ച് 4 മാസം കഴിഞ്ഞിട്ടും നെല്ലിന്റെ വിലയും ഉഴവ് കൂലിയും ലഭിക്കാത്തതിൽ കേരളശ്ശേരിയിൽ കർഷകർ കറുപ്പ് റിബൺ കൊണ്ട് വായ മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. കടം വാങ്ങിയും സ്വർണം പണയം വെച്ചും ആയിരുന്നു കൃഷി ഇറക്കിയതെന്നും കർഷകർ പറഞ്ഞു. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പഴങ്കോട് പാടശേഖരത്തിൽ പഞ്ചായത്ത് അംഗം MP ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് നെൽവയലിറങ്ങി വേറിട്ട പ്രതിഷേധം നടന്നത്. പ്രതിഷേധ സമരം പഞ്ചായത്ത് അംഗം MP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊയ്ത്ത് കഴിഞ്ഞ് 48 മണിക്കൂറിനകം നെല്ല് സംഭരിക്കണമെന്നും സംഭരിച്ച് ഒരാഴ്ചക്കകം തുക നൽകാനുള്ള നടപടിയും ഇനിയും ഉണ്ടാകണമെന്നും പഞ്ചായത്ത് അംഗം MP ശ്രീകുമാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഏതാണ്ട് ഏപ്രിൽ മാസത്തിൽ നെല്ലളന്നു പോയതാണ്. ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നെല്ലളന്നിട്ട് ആ സർക്കാരും വേണ്ട രീതിയിൽ കർഷകരെ പരിഗണിച്ചില്ല. കർഷകർക്ക് സംഭരണ വില കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായി. പുതിയ സർക്കാർ വന്ന ഉടനെ തന്നെ പറഞ്ഞു ഉടനെ തന്നെ സംഭരണ വില കൊടുക്കുന്നതാണെന്ന്. നാളിതുവരെയായിട്ടും ഞങ്ങൾക്ക് സംഭരണ വില കിട്ടിയിട്ടില്ല. ഓണം വരാറായി. ചിങ്ങമാസം 1-ാം തീയതി കർഷക ദിനമാണ്. ഈ കർഷക ദിനത്തിന് പോലും നെല്ലിൻ്റെ സംഭരണ വില കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി ഈ കർഷകർക്ക് രണ്ടാം വിള നെല്ലിൻ്റെ സംഭരണ വില കിട്ടണം. അതിന് ഗവൺമെൻറ് ഉടനടി നടപടിയെടുക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. തുക ഉടൻ നൽകണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. കർഷകർ പ്രയാസത്തിലാണ്. അടുത്ത കൃഷി ഇറക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്നും കർഷകർ പറയുന്നു. കടം വാങ്ങിയും സ്വർണം പണയം വെച്ചുമാണ് കർഷകർ കൃഷി ഇറക്കിയിരിക്കുന്നത്. സമിതിയിൽപ്പെട്ട 130ഓളം കർഷകർ തുക കിട്ടാത്തതിനാൽ ജീവിതം തന്നെ പ്രയാസത്തിലാണ്. കർഷകരുടെ പൈസ എങ്ങനെയെങ്കിലും പെട്ടെന്ന് കിട്ടിയാലേ ഞങ്ങൾക്ക് ഈ കടങ്ങൾ വീട്ടാനും കൃഷി ഇറക്കാനും പൈസ ഇല്ല. അത്രയും ദാരിദ്ര്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇപ്പോൾ. അത് ഗവൺമെന്റ് ഞങ്ങൾക്ക് അതിനുവേണ്ടി പരിഗണിച്ച് ഞങ്ങൾക്ക് പൈസ പെട്ടെന്ന് തരാനുള്ള ഒരു ദയവ് കാണിക്കണം. R. നന്ദകുമാർ, V. ലത, കൃഷ്ണൻകുട്ടി, MP ഹരിദാസ്, ഷാജി, VC ദീപു, CA സന്ദീപ്, ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ കിഴക്കുംപുറം AJP സ്കൂളിൽ കർക്കിടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണ പദ്ധതികളുടെ ഭാഗമായി വിവിധ ഭക്ഷ്യയിലകളുടെ പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മണ്ണൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SJN നജീബ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. എന്നിട്ട് വീട്ടിൽ പോയിട്ട് അമ്മമാരുടെ കൃത്യമായി പറയണം. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഞങ്ങൾ വെച്ച് തരണം എന്ന് പറയില്ലേ. അപ്പോൾ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള നമ്മുടെ ഈ ചെറുപ്പകാലത്ത് ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണങ്ങൾ വെച്ച് കൊണ്ടുവരാൻ കഴിയും. ഓക്കെ. അപ്പോൾ ഇവിടെ കൂടുതൽ എനിക്ക് ഇതേ സമയം പഞ്ചായത്ത് യോഗം നടത്തുന്നതുകൊണ്ട് എത്തേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് വേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കൃത്യമായി ക്ലാസ്സെടുത്തുകാരെ നല്ല ഡോക്ടർമാരെ എത്തിയിട്ടുണ്ട്. അവർ കൃത്യമായി പറയും. അതുകൊണ്ട് ഇത്തരത്തിൽ കർക്കിടക മാസമാണ്. ഇത്തരത്തിൽ കർക്കിടക മാസത്തിൽ ആരോഗ്യപരമായിട്ടുള്ള വൈവിധ്യമാർന്ന പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ടീച്ചർമാർക്കാണ്. PTA പ്രസിഡന്റ് സലീന അധ്യക്ഷത വഹിച്ചു. മണ്ണൂർ സർക്കാർ ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വർഷ ബാബു ഇലക്കറികളെക്കുറിച്ച് ക്ലാസ് എടുത്തു. മഴക്കാലം പനിക്കാലമാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ആരോഗ്യ സംരക്ഷണത്തിനുമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ വിദ്യാർത്ഥികളോട് വിശദീകരിച്ചു. പച്ചക്കറികളും ഇലക്കറികളും പഴവർഗ്ഗങ്ങളും ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കി. പ്രകൃതിയിലെ ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഡോക്ടർ സൂചിപ്പിച്ചു. മത്തയില, പയറില, കുമ്പളയില, ചേനയില, ചേമ്പില, തകര, തഴുതാമ, ചീരയില, മണിത്തക്കാളിയില, കോവലില എന്നീ ഇലകളുടെ പ്രദർശനവും ഉണ്ടായി. കുട്ടികൾ ശേഖരിച്ച ഔഷധ സസ്യങ്ങളും പ്രദർശിപ്പിച്ചു. കുട്ടികൾ ഔഷധങ്ങളുടെ ഇലകൾ ശേഖരിച്ച് പതിപ്പുകളും തയ്യാറാക്കി. പഴമയുടെ രുചി അറിയാൻ കുട്ടികൾക്ക് അവസരം നൽകുന്നതിന്റെ ഭാഗമായി ഔഷധക്കഞ്ഞിയും പത്തിലക്കറിയും ഔഷധ ഇലകൾ ചേർത്തരച്ച ചമ്മന്തിയും മുതിരത്തോരനും ചേർത്ത് പ്ലാവിലക്കുമ്പിൽ കുത്തി കഴിക്കാനും അവസരം നൽകി. പ്രധാനാധ്യാപിക ശ്രീലേഖ സ്വാഗതവും ജസീൽ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. സ്റ്റാഫ് സെക്രട്ടറി അനു എബ്രഹാം, MPTA പ്രസിഡന്റ് നൌഷിജ, K. ആതിര, സുബിൻ രഹ്ന, രമ്യ, സുഗുണ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിയംകുളം
ഫീനിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വാണിയംകുളം BEMLP സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ എല്ലാ പാത്രങ്ങളും ക്ലബ് അംഗങ്ങൾ കൈമാറി. ഒപ്പം വാണിയംകുളം പഞ്ചായത്തിലെ 4-ാം വാർഡിലെ ഒരു നിർധന കുടുംബത്തിന് സാമ്പത്തിക സഹായവും നൽകി. വാണിയംകുളം BEMLP സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനാവശ്യമായ എല്ലാ പാത്രങ്ങളും ക്ലബ് അംഗങ്ങൾ സ്കൂളിൽ നേരിട്ടെത്തി കൈമാറി. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ ഒരു നിർധന കുടുംബത്തിന് അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് ആവശ്യമായ ചെറിയൊരു സാമ്പത്തിക സഹായവും കൈമാറി. സ്വാതന്ത്ര്യദിനത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ട് സമൂഹത്തിലെ അവശത അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫീനിക്സ് ക്ലബ്ബ് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നത്. മറ്റ് ക്ലബ്ബുകൾക്ക് മാതൃകയാകുന്ന രീതിയിലാണ് അംഗങ്ങൾ ഒത്തൊരുമിച്ച് ഈ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കിയത്. ഈ സ്വാതന്ത്ര്യ ദിനത്തിനോടനുബന്ധിച്ച് ഞങ്ങൾ കുറച്ച് നല്ല പ്രവർത്തനം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയൊരു പിരിവാണിത്. അത്യാവശ്യം ഫണ്ടൊക്കെ ആയി. അപ്പോൾ ഞങ്ങൾ കുട്ടികൾക്ക് ഇവിടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ച് വാങ്ങിക്കൊടുത്തു. ഇനി അടുത്തതായിട്ട് ഞങ്ങളുടെ 4-ാം വാർഡിൽ തന്നെ ഷുഗർ പേഷ്യൻസ് ആയിട്ട് കുറച്ച് പേര് വയ്യാതെ കിടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള പിരിവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ പിരിവായിട്ടുണ്ട്. പെറ്റാണെങ്കിൽ തന്നെ ഞങ്ങൾ ഇന്ന് അവിടെ പോയിട്ട് കൊടുക്കുന്നതായിരിക്കും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ കാരക്കാട് ജീവിത ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കർക്കിടക ഔഷധ കഞ്ഞി വിതരണത്തിനും പ്രഗത്ഭ വ്യക്തികളുടെ ക്ലാസുകൾക്കും തുടക്കമായി. വിഷ്ണു ആയുർവേദ കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ കിരാതമൂർത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 13 വരെയാണ് പരിപാടി. ഷൊർണൂർ കാരക്കാട് ജീവിത ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രൊജക്ട് ആരോഗ്യയുടെ ഭാഗമായാണ് കർക്കിടക ഔഷധ കഞ്ഞി വിതരണവും പ്രഗത്ഭ വ്യക്തികൾ നയിക്കുന്ന ക്ലാസുകൾക്കും തുടക്കമായത്. ആഗസ്റ്റ് 7 വെള്ളിയാഴ്ച ജീവിത ഹാളിലാണ് പരിപാടിക്ക് തുടക്കം. കുളപ്പള്ളി വിഷ്ണു ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കിരാതമൂർത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഹൃദയത്തിൽ എന്താണ് എന്നുള്ളതാണ് പ്രധാനം. നമുക്കെല്ലാം സാധിച്ചോളണമെന്നില്ല. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ എന്താണോ നന്മ ശേഷിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും. അതെല്ലാവരും തിരിച്ചറിയും, ഇന്നല്ലെങ്കിൽ നാളെ. ചിലപ്പോൾ ഇന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ അത് ജനം തിരിച്ചറിഞ്ഞേ തീരും. അതങ്ങനെയാണ് ഈ കാലത്തിൻ്റെ, പ്രകൃതിയുടെ, ഈശ്വരൻ്റെ നിയോഗം. അപ്പം അതുകൊണ്ട് സംയുക്ത ചെയ്യുന്നതൊക്കെ നാളെ കാലം തിരിച്ചറിയുമെന്നുള്ളതിനാണ്, ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ് തുടങ്ങി എന്നുള്ളതിനാണ് ആ പൊതുവാളിൻ്റെ അവാർഡ് അവർക്ക് വന്നു ചേർന്നത്. അങ്ങനെ ഇനിയും നിരവധി അവാർഡുകൾ വരട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. ചടങ്ങിൽ കൗൺസിലർ CK സൗമ്യ അധ്യക്ഷയായിരുന്നു. സംയുക്ത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൗൺസിലർ T സീന, പഞ്ചകർമ്മ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ ജിജോ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഷൊർണൂർ യൂണിറ്റ് സെക്രട്ടറി സുദേശ്, ആശാ വർക്കർ സിന്ധു, ജീവിതാംഗം സീമ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിശിഷ്ട വ്യക്തികൾക്കുള്ള ഉപഹാരങ്ങളും കൈമാറി. തുടർന്ന് കിരാതമൂർത്തി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടെ ഔഷധകഞ്ഞി വിതരണത്തിനും തുടക്കം കുറിച്ചു. ഈ മാസം 13 വരെയാണ് ഔഷധകഞ്ഞി വിതരണവും പ്രഗത്ഭ വ്യക്തികളുടെ ക്ലാസും ഉണ്ടായിരിക്കുക. ന്യൂസ് സെന്റർ, ഷൊർണൂർ. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി വാടാനംകുറിശി ചോറോട്ടൂർ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ പാരായണം തുടരുന്നു. ഉരുളിവാരരാണ് രാമായണ പാരായണത്തിന് നേതൃത്വം നൽകുന്നത്. ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക്, വഴിപാട് എന്നിവയും നടന്നു വരുന്നുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ 2014 ആരംഭിച്ച പാലക്കാട് മെഡിക്കൽ കോളേജ് 12 വർഷങ്ങൾക്കിപ്പുറം അവഗണനയുടെ കൊടുമുടിയിലാണ്. വകുപ്പുകളുടെ സാങ്കേതികത്വത്തിൽ തടഞ്ഞ് വികസനം മുടങ്ങിയ മെഡിക്കൽ കോളേജ് ആരോഗ്യ കേരളത്തിന് അപമാനമാണ്. സിസ്റ്റം ശരിയാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? നാട്ടിലേക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് 10 വർഷങ്ങളായി. കെട്ടിടം പണി പലതും പൂർത്തിയായി. പക്ഷേ പൂർത്തിയായിട്ടുള്ള കെട്ടിടങ്ങൾ പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിന് ഇതുവരെ കൈമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുവാനോ പൂർണ്ണ സജ്ജമായി മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കാനോ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം നിലവിലില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന കുറേ പരാതികൾ, മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പരാതികളുണ്ട്. അതിൽ ഒന്ന്, അവിടെ ലിഫ്റ്റ് പ്രവർത്തനരഹിതമായിട്ട് 1 മാസത്തിലധികമായി, ഇതുവരെ ശരിയാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ആശുപത്രിയിൽ ആവശ്യമായിട്ടുള്ള ഡോക്ടർമാരില്ല, മരുന്നുകളില്ല, പരിശോധനാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല.
ഞങ്ങൾ പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സമരസമിതി വർഷങ്ങളായി ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിലേക്കും സംസ്ഥാന സർക്കാരിലേക്കും നിരവധി പരാതികൾ നമ്മൾ കൊടുത്തിട്ടും യാതൊരു നടപടിയെടുക്കാൻ കഴിഞ്ഞ 10 വർഷം ഭരിച്ച ഇടതുപക്ഷ സർക്കാർ തയ്യാറായിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷയുള്ളത് ഈ UDF സർക്കാർ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. ഇത്ര കാലമായിട്ടും മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ, ദുരവസ്ഥ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പാലക്കാട്ടെ ജനങ്ങൾ മെഡിക്കൽ കോളേജിന് വേണ്ടി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോകുന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകുന്നു. ഇന്നത്തെ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ അത്യാവശ്യ ഘട്ടത്തിലേക്കുള്ള അടിയന്തര ചികിത്സയ്ക്ക് പലപ്പോഴും അന്യ സംസ്ഥാനത്തെ പോലെ ആശ്രയിക്കുന്ന അവസ്ഥയാണ്. ഇതിൽ അടിസ്ഥാനപരമായ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പാണ്. ഈ പൊതുമരാമത്ത് വകുപ്പ് അത് സാങ്കേതികമായി ഈ കെട്ടിടം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പാണ്. അപ്പോൾ അത് അവർക്ക് കൈമാറണം. ഇതുവരെ അത് കൈമാറിയിട്ടില്ല. അതുകൊണ്ട് മറ്റു പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. അവിടെ ലിഫ്റ്റ് ഓപ്പറേറ്റർ ഉണ്ട്, പക്ഷേ ലിഫ്റ്റ് പോലും അവിടെ പ്രവർത്തിക്കുന്ന അവസ്ഥയില്ല. അപ്പം ഇത് ഓപ്പറേറ്റർ വെച്ചാലും അവിടെ ഇത് പ്രവർത്തിക്കണ്ടേ? എല്ലാത്തിനും പ്രയാസമുള്ള ഒരു അവസ്ഥയാണ്. അപ്പം ഇതിന് ഈ സാങ്കേതിക പ്രശ്നം അടിയന്തരമായി പൊതുമരാമത്ത് വകുപ്പ് ആ കെട്ടിടം ബന്ധപ്പെട്ട ആ വകുപ്പിന് കൈമാറണം. എങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവും. അപ്പോഴേ മറ്റുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് സാങ്കേതികമായ പ്രശ്നത്തിൽ കുരുങ്ങിക്കിടക്കും. ഇന്നും യാഥാർത്ഥ്യമാകാതെ കിടക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് എന്ന് വേണം പറയാൻ. ഫണ്ടിൻ്റെ ലഭ്യതയ്ക്ക് ഒരു കുറവുമില്ല. യഥേഷ്ട ഫണ്ട് കേന്ദ്രത്തിൽ നിന്നും കേരളത്തിൽ നിന്നും ലഭിച്ചിട്ടും അത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്നില്ല. എല്ലാ ഉപകരണങ്ങളും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. എന്നാൽ രോഗികൾക്കുള്ള കൃത്യമായ ചികിത്സാ സംവിധാനം അവിടെയില്ല. 2014 മുതൽ ഈ കേരളം ഭരിച്ച വ്യക്തികൾക്ക് കൃത്യമായൊരു അവബോധമില്ലാത്തതിൻ്റെ ഒരു അടിസ്ഥാനമാണ് ഈ മെഡിക്കൽ കോളേജ് ഈ അവസ്ഥയിൽ കിടക്കുന്നതിൻ്റെ കാരണം. ട്രോമാ കെയർ ഇല്ല, രക്തബാങ്കില്ല, ഫാർമസിയിൽ മരുന്നുകൾ പോലുമില്ല, മോർച്ചറിയില്ല. എന്തിനു പറയുന്നു? അവിടെ ഒരു പേരിനൊരു മെഡിക്കൽ കോളേജ് എന്ന് വേണം പറയാൻ. ഇന്നും പാലക്കാടിലെ ജനം ആശ്രയിക്കുന്നത് കോഴിക്കോടിനെയും തൃശ്ശൂരിനെയുമാണ്. കിലോമീറ്ററുകൾ താണ്ടി തൃശ്ശൂരിലേക്കും കോഴിക്കോടിലേക്കും പോകേണ്ട അവസ്ഥയാണ് ഇന്ന് പാലക്കാടിലെ ജനങ്ങൾക്കുള്ള അവസ്ഥ. ഗവൺമെൻറ് അല്ല, PSC അല്ല, എംപ്ലോയ്മെൻ്റ് അല്ല, രാഷ്ട്രീയക്കാരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ചില വ്യക്തികളെ തള്ളിക്കയറ്റി നിയമനം നടത്തി ശമ്പളം കൈപ്പറ്റുന്ന ഒരു ശൃംഖല എന്ന് വേണം ആ മെഡിക്കൽ കോളേജിനെ പറയാൻ. ഫണ്ടുണ്ടല്ലോ, ഫണ്ട് എങ്ങനെയെങ്കിലും കൈപ്പറ്റണം, ഫണ്ടുണ്ടല്ലോ എങ്ങനെയെങ്കിലും ചെലവഴിക്കണം. ഈ അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളുകളുടെ സംസ്ഥാനതല പ്രവൃത്തി പരിചയമേള ഷൊർണൂരിൽ. മേള നടത്തിപ്പുമായി ബന്ധപ്പെട്ട പി മമ്മിക്കുട്ടി MLA നേതൃത്വത്തിൽ അവലോകന യോഗം. ഷൊർണൂർ നഗരസഭയിൽ അമൃത് 2.0 പദ്ധതിയിൽ GIS അധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ ഒരുങ്ങുന്നു. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനുള്ള പ്രമേയം കൗൺസിൽ അംഗീകരിച്ചു. ഷൊർണൂർ നഗരസഭ CDSന് ISO സർട്ടിഫിക്കേഷൻ അംഗീകാരം. കവളപ്പാറയിലും മുണ്ടക്കൈ ചൂരൽമലയിലും ഉണ്ടായതിന് സമാനമായ പ്രകൃതി ദുരന്തം ഇനി നടക്കാൻ പോകുന്നത് അനങ്ങനടി പാവുക്കോണത്തെന്ന് അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മേനകം. നിരവധി തവണ പരിസരത്തെ ക്വാറിക്കെതിരെ പരാതി ഉന്നയിച്ചിട്ടും അനങ്ങാപ്പാറ നയമാണ് ഉദ്യോഗസ്ഥ ലോബി സ്വീകരിക്കുന്നതെന്നും ഇബ്രാഹിം മേനകം. ചെളിക്കുളമായതിനെ തുടർന്ന് ഗതാഗതം നിലച്ച പത്തിരിപ്പാല സദനം അതിർക്കാട് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടി തുടങ്ങി. റോഡ് ഗതാഗത യോഗ്യമാകുന്നത് STV വാർത്തയെ തുടർന്ന്. അശാസ്ത്രീയവും ദീർഘവീക്ഷണവുമില്ലാതെ റോഡ് പണി നടത്തിയത് കോട്ടായി മടനലക്കാട് റോഡിൽ അപകടം പതിവ് സംഭവമെന്ന് നാട്ടുകാർ. കോട്ടായി പഞ്ചായത്തിലെ 6-ാം വാർഡിൽ കിഴക്കേക്കര കോളനിയിൽ ശുദ്ധജല വിതരണ പൈപ്പ് തകർന്ന് വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് 1 മാസമായെന്നും നിരവധി തവണ അധികൃതരെ അറിയിച്ചിട്ടും ഒരു നടപടിയുമില്ലെന്നും പ്രദേശവാസികൾ. മാലിന്യ സംസ്കരണത്തിന് സൗകര്യമൊരുക്കാതെ പൊതുവഴിയിലേക്ക് മാലിന്യം ഒഴുക്കിയതിന് എടത്തറയിലെ സ്വകാര്യ ബാറിന് 25,000 രൂപ പിഴ ചുമത്തി പറളി ഗ്രാമപഞ്ചായത്ത്. 2ാം വിളയുടെ നെല്ല് സംഭരിച്ച് 4 മാസം കഴിഞ്ഞിട്ടും നെല്ലിന്റെ വിലയും ഉഴവുകൂലിയും ലഭിക്കാത്തതിൽ കേരളശ്ശേരിയിൽ കർഷകർ കറുപ്പ് റിബൺ കൊണ്ട് വായ മൂടിക്കെട്ടി പ്രതിഷേധം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.